5.5 മാസം. അതെ, സന്നിധാനത്തെ സ്വർണം കവർന്ന കേസന്വേഷണം തുടങ്ങിയിട്ട് 165 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഉത്തരമില്ലാത്ത ചോദ്യമല്ലിത്. ഉത്തരങ്ങൾ ഭരണസിരാകേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും ഇന്ന് പുറത്താണ്. കുറ്റപത്രം നൽകാതെ അന്വേഷണ സംഘം വൈകിപ്പിച്ചപ്പോൾ നിയമത്തിന്റെ പഴുതിലൂടെ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി. ആരെ രക്ഷിക്കാനായിരുന്നു ഈ ഒളിച്ചുകളി? ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് കുറ്റപത്രം നൽകാത്തത്? തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് കോടതി തന്നെ തുറന്നു പറഞ്ഞിട്ടും യഥാർത്ഥ ഉന്നത ബന്ധങ്ങളുള്ള പ്രതികളിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടാണ്? അന്വേഷണം UDF കൺവീനർ അടൂർ പ്രകാശിലേക്കും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും നീളുമ്പോൾ എന്തുകൊണ്ടാണ് ആവേശം ചോർന്നു പോകുന്നത്? അടൂർ പ്രകാശും സ്വർണ്ണക്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നിട്ട് എന്ത് നടപടിയുണ്ടായി? ഇതിനെയാണോ അന്തർധാര എന്ന് വിളിക്കുന്നത്? സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും മുൻപ് മുറവിളി കൂട്ടിയ മന്ത്രി ശിവൻകുട്ടിക്ക് ഇപ്പോൾ എന്തേ മൗനം? സ്വർണ്ണക്കൊള്ളക്കാരൻ സോണിയാഗാന്ധിയുടെ വീട് വരെ എത്തിയെന്ന് പത്രവാർത്തകൾ വന്നിട്ടും സർക്കാരിന് മിണ്ടാട്ടമില്ല. ഇടതും വലതും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? ഇനി കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തണം. ഇടതോ വലതോ വന്നാൽ ആ കുറ്റപത്രം വെളിച്ചം കാണില്ല. ഇത് വെറുമൊരു മോഷണമല്ല, വിശ്വാസത്തെയും നീതിയെയും അട്ടിമറിച്ചുള്ള ഇടത് വലത് ഗൂഢാലോചനയാണ്. കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന സർക്കാർ വരണം. എങ്കിലേ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.